കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ചോറ്റാനിക്കരമ്മേ ശരണം. ശ്രീ വൈക്കത്തപ്പ ശരണം. നമ പാർവതീപതയേ ഹര ഹര മഹാദേവ. ഓം ഹ്രീം നമ ശിവായ. വൈക്കത്തഷ്ടമി കേരള നവോത്ഥാന ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ളതും പരശുരാമ പ്രതിഷ്ഠിതമായ 108 ശിവാലയങ്ങളിൽ ഒന്നുമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. അന്നദാന പ്രഭുവാണ് വൈക്കത്തപ്പൻ. നിത്യവും ഇവിടെ അന്നദാനം നടത്തപ്പെടുന്നു. ഖരാസുരൻ തപസ്സു ചെയ്തു നേടിയ 3 ദിവ്യ ശിവലിംഗങ്ങളിൽ ഒന്നാണ് വൈക്കത്തെ പ്രതിഷ്ഠ. ബാക്കിയുള്ളവ ഏറ്റുമാനൂർ, കടുത്തുരുത്തി എന്നീ ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠകളാണ്. ദീർഘകാലം വ്യാഘ്രപാദ മഹർഷി വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ തപസ് അനുഷ്ഠിച്ചതിൻ്റെ ഫലമായി ഒരു വൃശ്ചികത്തിലെ കൃഷ്ണപക്ഷ അഷ്ടമി നാളിൽ അദ്ദേഹത്തിന് പാർവതീ സമേതനായി പരമശിവൻ ദർശനം നൽകുകയുണ്ടായി. ഇതൊരു ദിവ്യ ദർശനമാകയാൽ അന്നേ ദിനം തന്നെ ദർശനം നടത്തുന്നവർക്ക് സർവ സൗഭാഗ്യങ്ങളും നൽകുമെന്ന് മഹാദേവൻ അരുളി ചെയ്തു. ഇത് വൈക്കത്തഷ്ടമി എന്നറിയപ്പെട്ടു. ചോറ്റാനിക്കര മകൻതൊഴൽ പോലെ പ്രാധാന്യം ഉള്ളതാണ് വൈക്കത്ത് അഷ്ടമി ദർശനം. അന്നേ ദിനം പുലർച്ചെ അഷ്ടമി ദർശനം ആരംഭിക്കുന്നു. ശേഷം ഉദയനാപുരത്തപ്പൻ്റെ എഴുന്നള്ളത്തും സവിശേഷമായ കോടിപ്പൂജയ്ക്കും ശേഷം ഉദയനാപുരം സുബ്രഹ്മണ്യസ്വാമിയുടെയും വൈക്കത്തപ്പൻ്റെയും വികാര നിർഭരമായ വിടപറച്ചിലോടുകൂടി അഷ്ടമി വിളക്ക് സമാപിക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനു കീഴിലുള്ള ഈ ക്ഷേത്രത്തിനു അനുബന്ധമായി ക്ഷേത്ര കലാപീഠം പ്രവർത്തിച്ചു വരുന്നു. ഓം ഹ്രീം നമ ശിവായ. ചോറ്റാനിക്കരമ്മേ ശരണം.